ഹായ്, പാടി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത് 10 രൂപ കടലയാണ്. 10 രൂപ കടല പറഞ്ഞാൽ നമുക്ക് എവിടെ വെളിയിൽ പോയാലും നമ്മൊരു സന്ധ്യ നേരമായി കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും ഈ 10 രൂപ കടല കിട്ടും. 10 രൂപയിൽ എപ്പോഴൊക്കെ കൂടുതൽ വിലയാണ്. നമ്മളൊരു സിനിമ തിയേറ്റർ ആയിക്കോട്ടെ, നമ്മളൊരു ടൗണിലേക്ക് പോയിക്കോട്ടെ, നമ്മൾ ഏത് സ്ഥലത്ത് പോയാലും നമ്മൾക്ക് ഈ 10 രൂപ കടല കിട്ടുന്നതാണ്. ഭയങ്കര ടേസ്റ്റിയും ആയിരിക്കും കഴിക്കാൻ. നമ്മളൊക്കെ വെളിയിൽ പോയിട്ടല്ലേ വാങ്ങി കഴിക്കാറ്. നമ്മുടെ വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഈ കടല എന്ന് വെച്ചാൽ നമുക്ക് എവിടെയും ഇപ്പോൾ മേടിക്കാൻ കിട്ടും. സൂപ്പർ മാർക്കറ്റുകളിലെ എല്ലാ സ്ഥലത്ത് പോയാലും ഈ കടല നമുക്ക് മേടിക്കാൻ കിട്ടും. അതായത് പച്ച കടല നമുക്ക് മേടിക്കാൻ കിട്ടും. വീട്ടിൽ കൊണ്ടുവന്നാൽ സിമ്പിളായിട്ട് വർക്കും ചെയ്യാം. നമ്മൾക്ക് കുറേ ദിവസം, ഒരു 2-3 മാസം എടുത്ത് വെക്കാനും പറ്റും. അതായത് നല്ല കാറ്റ് കിടക്കാത്ത പെട്ടിയിൽ അടച്ചു വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ട് എപ്പോഴും നമുക്ക് കഴിക്കാനും പറ്റും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കടലയാണ്. ഞാൻ അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ട സാധനങ്ങൾ, അത് വറുക്കാനുള്ളത് എന്തൊക്കെയാണ് വേണ്ടതെന്നൊന്ന് പരിചയപ്പെടുത്തിയാലോ. ഫസ്റ്റ് വേണ്ടത് നമുക്ക് നിലക്കടല, വെള്ളം, ഉപ്പ്. ഇത്രയും വെച്ചിട്ടാണ് ഞാൻ ഈ കടല ഇവിടെ തയ്യാറാക്കാൻ പോണത്. ആ കടല എങ്ങനെയാണ് തയ്യാറാക്കണതെന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഫസ്റ്റ് എന്താ ചെയ്യണതെന്ന് നോക്കിക്കോളൂ. ഞാനിപ്പോൾ ഇതിലൊരു 2 കിലോനോളം കടലയുണ്ട്. ഞാൻ ഒരു 1/2 കിലോ വെച്ചിട്ടാണ് ചെയ്യണത്. അതെങ്ങനെയാണെന്ന് ഞാൻ നേരിട്ട് കാണിച്ചു തരാം. ഫസ്റ്റ് ഇപ്പോൾ നമ്മളത് നല്ല കടല, അതായത് ഇതിൻ്റെ കേടുപാടൊക്കെ നീക്കി ഒരു പൊളി ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി എടുത്ത്, ചില കടലകളിലൊക്കെ ഈ നമുക്ക് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റി ഉണ്ടാവില്ല, അതെല്ലാം മാറ്റിയ കടലയാണ്. നല്ലപോലെ ഉണക്കിയതുമാണ്. ഞാനിപ്പോൾ ഇതിലൊരു 1/2 കിലോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത്രയും വെച്ചിട്ടാണ് ചെയ്യണത്. ഫസ്റ്റ് വേണ്ടത് നമ്മൾക്ക്, ഇപ്പോൾ ഞാനിവിടെ വെള്ളം വെച്ചിട്ടുണ്ട്. ഈ വെള്ളം ഇതിങ്ങനെ ഒന്ന് എടുത്തിട്ട് വെറുതെ ഒന്നിങ്ങനെ തെളിച്ച് കൊടുക്കാനേ പാടുള്ളൂ. ഒന്ന് നനയാൻ മാത്രം. ഇങ്ങനെ ഒരുപാട് നനയ്ക്കരുത്. നമുക്കിങ്ങനെ നോക്കുമ്പോൾ അറിയാം എല്ലാ കടലയും ഒന്ന് നനഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കാനേ പാടുള്ളൂ. കുറച്ചും കൂടെ ലേശം നോക്കിക്കോളൂ. എല്ലാവിടെയും നനഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരുപാട് വെള്ളവുമില്ല, ഇത്രയേ പാടുള്ളൂ. ഒരുപാട് വെള്ളം ഒഴിക്കരുത്. അപ്പോൾ നമ്മളിങ്ങനെ കുഴച്ചതിപ്പോൾ ഇങ്ങനെ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് വേണ്ടത് ചട്ടി ഒന്ന് അടുപ്പത്ത് വെക്കണം. ഞാനിപ്പോൾ പുറത്തൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ കാണാം അങ്ങനത്തെ ചട്ടി. അതാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. ഇങ്ങനത്തെ തന്നെ വേണമെന്നില്ല, നിങ്ങളുടെ വീട്ടിൽ ഏത് ചട്ടി വേണമെങ്കിലും വെച്ച് വറുക്കാം. പക്ഷേ ഞാൻ ഉണ്ടായപ്പോൾ വറുത്തുന്നേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ ഉപ്പ് എടുത്തിട്ടുണ്ടല്ലോ, ഈ ഉപ്പ് ഫസ്റ്റ് നമ്മൾ കുറച്ച് കൊട്ടി കൊടുക്കണം. കുറച്ച് ഉപ്പ്, പൊടി ഉപ്പാണ്, പ്രത്യേകം നോക്കണം. ഇതൊന്ന് ഇത്തിരി ചൂടാവട്ടെ. ഉപ്പ് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കടല കൊട്ടിക്കൊടുക്കാം. അതിൽ കടലിൻ്റെ ഉള്ളിലൊന്നും ഉപ്പ് കയറില്ല. നമ്മൾ കഴിക്കുമ്പോൾ കറക്റ്റായിരിക്കും ഉപ്പ്. ഇനി കൈവിടാണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. അങ്ങനെ നമ്മുടെ കടല ഇങ്ങനെ ഇതാ മൊരിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. നോക്കിക്കോളൂ. ഉപ്പിൻ്റെ കളറൊക്കെ മാറും, അതുകൊണ്ടൊന്നും പേടിക്കണ്ട. ഉപ്പ് കടലേക്ക് ഒരുപാട് വരില്ല. നമുക്ക് ആവശ്യത്തിന് തിന്നേണ്ടത് മാത്രം കറക്റ്റായിരിക്കും. ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ സൗണ്ട് കേൾക്കണ കണ്ടില്ലേ, പിടിക്കെടുക്കുന്ന, അതാണ് അതിൻ്റെ പരുവം ആകാറായിട്ടുണ്ട്. ഉപ്പ് ഭയങ്കര ചൂടാവും, അതാണ് വേഗം നമ്മുടെ കടല ആവണത്. അങ്ങനെ നമ്മുടെ കടല ആയിട്ടുണ്ട്. നോക്കിക്കോളൂ. ഇതാണ് അതിൻ്റെ പരുവം. എന്താ കണ്ടില്ലേ, പിടുപിടുപിടുന്ന് പൊട്ടും. ഇതാണ് അതിൻ്റെ പരുവം. അപ്പം നമ്മൾ അതൊന്ന് ഗ്യാസ് ഓഫാക്കി കഴിഞ്ഞ് ഇതിലേക്ക് ഒരു പാത്രത്തിൽ കൊട്ടി ഇതിനെ ചലിച്ചെടുക്കണം. ഈ ഉപ്പ് ഇനി നമുക്ക് ഒരിക്കൽ കൂടി കടല വറുക്കാം. ഇനി നമ്മൾ കൊട്ടേണ്ടത് ചൂടാറാൻ വെക്കണം വേഗം. ഇതാണ് ഇതിൻ്റെ പരുവം. എന്നിട്ട് കൈ കൊണ്ട് ഒന്ന് നല്ല പരത്തി ഇങ്ങനെ വെക്കണം. ഇത് നല്ലോണം ഒന്ന് ചൂടാറട്ടെ. എന്നിട്ട് നമ്മുടെ പേപ്പറിലിങ്ങനെ ആക്കിയിട്ട് കഴിക്കാൻ അടിപൊളിയായിരിക്കും. പക്ഷെ ഒന്ന് ചൂടാറട്ടെ. അപ്പോൾ അങ്ങനെ നമ്മുടെ കടലയൊക്കെ നല്ല തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഇത് നമ്മൾ വെളിയിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് പേപ്പറിലിങ്ങനെ ചുരുട്ടിയിട്ട് നമ്മളെ കടല ഉരത്തോ, ഇല്ലെങ്കിൽ വൈകുന്നേരം നേരം വല്ല തിയേറ്ററുകളിലോ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നമുക്കൊരു പൊതി കടല വാങ്ങണമെന്ന് തോന്നും. അതെങ്കൂടെ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മളൊരു ഷീറ്റ് എടുക്കുക. ഷീറ്റ് എടുത്ത് കഴിഞ്ഞ് ഇങ്ങനെ മടക്കി അതേപോലെ കുമ്പിളായി. ഈ കുമ്പിളിൽ കടല ഇങ്ങനെ നമുക്ക് ഇടാം. ആകെ 4 മണി ഉണ്ടാവുള്ളൂ. അവരിൻ്റെ കുമ്പിളിലൊന്നും ഇത്രയും ഉണ്ടാവില്ല, ഇത്രയും ഉണ്ടാവുള്ളൂ. ഇതിന് വന്നിട്ട് ചിലപ്പോൾ 10 രൂപ ഉണ്ടാവും, 15, 20 അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇങ്ങനെ നമുക്ക് ഇപ്പോൾ 10 രൂപ കടല പറഞ്ഞ് ഇങ്ങനെ നമുക്ക് തരും.
ഇങ്ങനെയാണ് വെക്കുക. ഇതുപോലത്തെ ഞാനൊരു 2-3 പൊതി ഉണ്ടാക്കട്ടെ. ബാബുവിന് തിയേറ്ററിൽ വിളിച്ചിട്ട് കൊടുക്കാനാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കട്ടെ, അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. എനിക്കിത് ഇഷ്ടമാണ് ഇങ്ങനെ ഉണ്ടാക്കാനും ഇതിനുള്ളിലൊക്കെ നിറച്ചിട്ട് വേറെ ആൾക്കാരിന് കഴിപ്പിക്കൽ എനിക്ക് വലിയ ഇഷ്ടമാണ്. ഇതൊക്കെ ഭയങ്കര രസമാണ്. നമുക്ക് വീട്ടിൽ ഇതിപ്പോൾ ചെയ്ത് വെച്ചാൽ കുറേ ദിവസം കുട്ടികൾക്കായാലും വലിയവർക്കായിക്കോട്ടെ, വയസ്സായവരാണെങ്കിൽ പൊടിച്ച് കഴിക്കുക. പല്ലില്ലാത്തവർക്ക് ഇത്രയേ പണിയുള്ളൂ. ഇത് കണ്ടില്ലേ, ഇതും നമ്മുടെ കയ്യിൽ ഇതാ ഓരോ പൊതി കണ്ടില്ലേ, ഇത്ര വലുത് ഇതാ. അങ്ങനെ കുമ്പിളാക്കി കൊണ്ടുവന്നിട്ട് ഇത്രയും ചെറുതും ആക്കാം. അപ്പൊ അങ്ങനെ നമ്മുടെ ബാബുവിന് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വിളിക്കാം. ഹായ് ബാബു. ഓ, നമ്മുടെ 10 രൂപ കടല റെഡി ആയിട്ടുണ്ട്. നമ്മുടെ 10 രൂപ കടല നമുക്ക് വേണ്ടി സെറ്റ് ആക്കി കഴിഞ്ഞു. ഇനിയിപ്പോ നമുക്ക് കഴിക്കേണ്ട ടേസ്റ്റ് നോക്കേണ്ട കാര്യമുള്ളൂ. സംഭവം കിടക്കാച്ചി ചെയ്യുന്നുണ്ട്. പുറത്ത് കടകളിൽ കാണുന്ന പോലെ ചെറിയ പൊതിയിൽ ചെറിയ കടലയല്ല, ഒരു വലിയ പൊതിയിൽ നിറയെ കടലയാക്കിയിട്ടാണ് പുഷ്പമ്മ നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്. എന്തായാലും ടേസ്റ്റ് നോക്കാലോ പുഷ്പമ്മ? ടേസ്റ്റ് ചെയ്തോ? എന്താ 2 പൊതി, ഒരു ചെറുതും വലുതും? അല്ല, ഇതില് വന്നിട്ട് ഒന്നും ഉണ്ടാവില്ല. എന്നാ അത് ഒരു 5 രൂപ ഇടാ, കോട്ട സാരമില്ല. നീ ഒരു 20 രൂപയ്ക്ക് എടുത്തോ, അതെന്തായാലും മൊത്തം 30 രൂപയാവും. പുഷ്പമ്മ ഓരോ പൊതിക്കും ഓരോ റേറ്റ് ഇട്ടുണ്ട്. നമ്മുടെ കടയിൽ നിന്ന് മേടിക്കുന്ന പോലെ തന്നെയാണ്. ഇത് 30 രൂപ, അത് 10 രൂപ അല്ലേ? 10 രൂപ. 10 രൂപ 10 മണി ഉണ്ടാവും. ഇത് ചെറിയ പൊതിയാണ്, ഇത് വലിയ പൊതിയാണ്. ഇതിൽ കൂടുതൽ ഉണ്ടാവും, ഇതിൽ കുറച്ചേ ഉണ്ടാവുള്ളൂ. സംഭവം എന്തായാലും ഏത് പൊതിയാണെങ്കിലും അടിപൊളിയായിട്ടുണ്ട്. കാണാൻ നല്ല ചേലൊക്കെ ഉണ്ട്. ഞാൻ വലിയ പൊതി എടുക്കണം. അപ്പൊ 30 രൂപന്റെ തന്നെ എടുത്താ കുഴപ്പമില്ല, അപ്പൊ വലിയ പൊതി എടുക്കുമ്പോ എന്താ ഗുണം എന്ന് വെച്ചാൽ വലിയ പൊതിയിൽ നിറയെ ഉണ്ടാവും. മറ്റേ ചെറിയ പൊതിയിൽ കുറച്ചുണ്ടാവുള്ളൂ, വലിയ പൊതിയിൽ നിറയെ ഉണ്ടാവും. അപ്പോൾ ഞാൻ എന്തായാലും വലിയ പൊതി എടുത്തിട്ട് നമ്മുടെ കടയിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ വെല്ലുന്ന അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കടലയാണ്. സൂപ്പറായിട്ടുണ്ട്. എന്തായാലും കാണാൻ നല്ല ചേലുണ്ട്. ഇനി എന്തായാലും കഴിച്ചു നോക്കണല്ലേ പുഷ്പമ്മ? കഴിച്ചു നോക്കാം, എങ്ങനെ ഇരിക്കണം നോക്ക്. നമ്മൾ കടയിൽ നിന്ന് കഴിക്കുന്ന പോലെ തന്നെ തിയേറ്ററിലൊക്കെ പോയാൽ അങ്ങനെ കൊടുക്കാം. നല്ല മുരുമുരുക്കുന്ന അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ നമ്മുടെ വീട്ടിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതാണ്. മണലിലും ഈ കടല ഉണ്ടാക്കാം. ഇതിപ്പോ ഇങ്ങനെ തൊലിച്ചു കഴിഞ്ഞ് നല്ലോണം ഊതി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഊതി എടുത്ത് വെച്ചിട്ട് വെല്ലം പാവ് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലേറ്റിലിട്ട് നമ്മൾ അതിലിട്ട് കഴിഞ്ഞാൽ കടല മുട്ടായി. കടല കൊണ്ട് പല വിഭവങ്ങളുണ്ട്. പക്ഷെ ഇങ്ങനെയും നമ്മൾ ടേസ്റ്റ് പുഷ്പമ്മ അടുത്ത വിഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ട്രിക്ക് കണ്ടുപിടിച്ചു. ഈ കടലിന്റെ തൊലി കളയുന്നു. അങ്ങനെ എന്താണ് വെള്ളപ്പാവിൽ ഇതെങ്കിലും ഇട്ട് ഇളകി കഴിഞ്ഞാൽ കടലമുട്ടായി ഉണ്ടാക്കാന്നാ പറയുന്നത്. ഉപ്പും കൊണ്ട് ഉണ്ടാക്കാം, മണലും കൊണ്ട് ഉണ്ടാക്കാം. മണൽ എല്ലാവർക്കും കിട്ടിയെന്ന് വരില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലാറ്റിലൊക്കെ ജീവിക്കണമെന്ന് വെച്ചാൽ മണൽ പെട്ടെന്ന് കിട്ടില്ല. ചിലവർക്ക് മണലിട്ട് ഉണ്ടാക്കുന്നത് ഇഷ്ടമായിരിക്കില്ല. അപ്പോൾ ഉപ്പിലാകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. ഉപ്പ് കറക്റ്റ് ആയിരിക്കും അതിൽ പിടിക്കുന്നത്. ഉപ്പ് ഒരുപാട് കൂടി അങ്ങനെയൊന്നും നിങ്ങൾ പേടിക്കണ്ട. ഞാനാണെന്ന് പറയുന്നത് ഉപ്പ് കറക്റ്റ് ആയിരിക്കും. ഉപ്പ് കറക്റ്റായി പിടിക്കുന്നുണ്ട്. ഫസ്റ്റ് കാണുന്ന പോലെ, അതായത് വെള്ളം കൊണ്ട് നേരത്തെ ഒഴിച്ചു വെച്ചു നിങ്ങളുടെ ജോലികളൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഇത് തന്നെ ശ്രദ്ധിച്ചിട്ട് നമ്മൾ ഒരു തുള്ളി വെള്ളം കൊടുക്കണോ, കടല നല്ലപോലെ ഒന്ന് നനച്ച് വെക്കണോ. അതായത് ഒരുപാട് വെള്ളമല്ല. ഞാൻ ഇതിൽ കാണിക്കില്ല പറഞ്ഞ അതേ സെറ്റപ്പിൽ, അതേ ലെവലിൽ, അതേ സ്റ്റെപ്പായിട്ട് ചെയ്ത അടിപൊളി കടല 2 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കിയിട്ട് പുഷ്പമ്മനെ അറിയിക്കുക. സന്തോഷവും. അപ്പോൾ എല്ലാവർക്കും അടുത്ത കിടക്കാച്ചി വീഡിയോ കാണുന്നവരെ ഇതുപോലെ സിമ്പിൾ വീഡിയോ. ബൈ.